ഹായ് ഹലോ കൂട്ടുകാരെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെയാണല്ലോ. അപ്പോൾ ഞാനിന്നൊരു പുതിയ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. മറ്റൊന്നുമല്ല, നമുക്കെല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ട കപ്പയും ചിക്കൻ കറിയുമാണ്. അപ്പോൾ നമുക്ക് അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം ഞാൻ അതിലേക്കായിട്ട് എടുത്തിരിക്കുന്നത് മരിച്ചിനി, വലിയ കഷ്ണം മരിച്ചിനിയാണ് എടുത്തിരിക്കുന്നത്. നമുക്കപ്പോൾ അതിനെ തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുക്കാം. അപ്പോൾ ഞാനിവിടെ അതെല്ലാം വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കഴുകി ഇതിനെ കൊത്തിയരിയാം. അപ്പോൾ ഉടച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. മുറിച്ചരിക്കാനാണെങ്കിൽ നമുക്കറിയാമല്ലോ. ഇതിപ്പോൾ ഞാൻ ഉടച്ചെടുക്കാൻ വേണ്ടി കൊത്തിയരിയാണ്. എല്ലാം എനിക്ക് ചെയ്തു തരുന്നത് മാമിയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ മരിച്ചിനി എല്ലാം ഇവിടെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. നമുക്കിനി അതിനെ ചെറുതായിട്ടൊന്ന് ഉപ്പൊക്കെ ഇട്ട് വൃത്തിയാക്കി നമുക്ക് ഏത് പാത്രത്തിലാണോ വയ്ക്കുന്നത് അതിലോട്ട് വെച്ച് തിളയ്ക്കാനായിട്ട് വയ്ക്കാം. ഓക്കെ, അതിൻ്റെ ഇടയിൽ ഇവിടെ ചിക്കനൊക്കെ എടുത്തിട്ടുണ്ട്. ചിക്കനെല്ലാം വൃത്തിയാക്കി ഉപ്പിട്ട് ഞാൻ വെള്ളത്തിലാക്കി വെച്ചിരിക്കുന്നത്. ഒരു 10 മിനിറ്റ് ആ ഉപ്പ് വെള്ളത്തിൽ കിടക്കുമ്പോൾ അതിൻ്റെ ആ ഒരു ഇതൊക്കെ മാറും. ഇനി നമുക്ക് ഇറച്ചിക്ക് വേണ്ടിയുള്ള സവാളയൊക്കെ അരിഞ്ഞെടുക്കാം. സവാള, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, ടൊമാറ്റോ, ഇത്രയാണ് വേണ്ടത്. ഇതെല്ലാം വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. ഓക്കെ, ഇവിടെ മരിച്ചിനി എല്ലാം നമ്മൾ അടുപ്പിലോട്ട് വെക്കാനായിട്ട് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ചട്ടിയിലാണ് വേവിച്ചെടുക്കുന്നത്. ഇതിനെ നമുക്ക് അടച്ച് വേവിക്കാനായി വയ്ക്കാം. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ സവാള എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് ഇറച്ചി വയ്ക്കുന്ന പാത്രത്തിലോട്ടാക്കി നമുക്കെടുക്കാം. അതിന് മുമ്പ് ഇഞ്ചിയും പച്ചമുളകൊക്കെ ഞാൻ ചോപ്പ് ചെയ്ത് എടുത്തിട്ട് വെച്ചിട്ടുണ്ട് ചോപ്പറിൽ തന്നെ. അപ്പോൾ ഇനി നമുക്ക് പരിപാടിയിലേക്ക് നോക്കാം. അപ്പോൾ ഇവിടെ മരിച്ചീനി ഏകദേശം തിളച്ചൊക്കെ വരുന്നുണ്ട്. നല്ലപോലെ വെന്ത് വന്നിട്ടില്ല, ചെറിയൊരു തിളപ്പ് മാത്രമേ വന്നിട്ടുള്ളൂ. പെട്ടെന്ന് വേവുമെന്ന് പറഞ്ഞ് വാങ്ങിയതാണ്, പക്ഷേ എല്ലാം നല്ല വേവുള്ള മരിച്ചിനിയായിരുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് മരിച്ചിനിയെ വേവാനായിട്ട് വെക്കാം. കുറച്ചും കൂടെ ഇരുന്ന് വെന്ത് വരട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് ഇറച്ചിയിലേക്ക് നമുക്ക് കുക്കറിൽ എണ്ണയൊക്കെ ഒഴിച്ച് സവാള, ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയെല്ലാം നമുക്ക് വഴറ്റിയെടുക്കാം. അപ്പോൾ സവാളയൊക്കെ വഴണ്ടിട്ട് വരുന്നത് നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് ബാക്കി ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എടുക്കുന്ന മരിച്ചിനി ഇവിടെ വെന്തുകൊണ്ടിരിക്കുകയാണ്. ഏകദേശമായി വരുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇറച്ചിയുടെ ഇതിലോട്ട് ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളി ഇതെല്ലാം ഇട്ട് വഴറ്റിയെടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്കെല്ലാം ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി ഞാൻ ഒരുവിധം വലിയ കഷ്ണങ്ങളായിട്ടാണ് ഇട്ട് കൊടുത്തത്. കാരണം സവാളയിലൊക്കെ കിടന്ന് വരണ്ട് വരുമ്പോൾ നന്നായിട്ട് ഉടഞ്ഞ് വന്നോളും. ഓക്കെ, അപ്പോൾ നമുക്ക് അതിനെ ക്ലിയറാക്കി വയ്ക്കാം. നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്ക് സാധാരണ കുക്കറിൻ്റെ മൂടി വെച്ച് അടച്ച് വയ്ക്കാം. അപ്പോൾ ഇറച്ചിയെല്ലാം നമുക്കിവിടെ കഴുകി വൃത്തിയാക്കി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൽ നമുക്ക് കുറച്ച് മസാലയെല്ലാം പുരട്ടി ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. വേറൊന്നുമല്ല, മഞ്ഞൾപ്പൊടിയും ചിക്കൻ മസാലയും ഉപ്പുമാണ് ഞാൻ ചേർക്കുന്നത്. മഞ്ഞളിട്ടു, ഇനി കുറച്ച് ഉപ്പ് പൊടി ഇട്ടു, അതിനോടൊപ്പം ഒരു 2 സ്പൂൺ ചിക്കൻ മസാലയും കൂടെ ഇടാം. ചിക്കൻ മസാല തീർന്നു. അപ്പോൾ കുറച്ചും കൂടി ഉള്ളപ്പോൾ ഞാൻ കരുതി അതും കൂടെ അതിലോട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വയ്ക്കാമെന്ന് കരുതി. നമുക്ക് എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ സവാള ഏകദേശം ഒരു പരുവമായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ഇറച്ചീനെ തട്ടി കൊടുക്കാം. ഇറച്ചീനെ തട്ടിയിട്ട്
നന്നായിട്ട് ഇളക്കി നമുക്കൊരു 2 വിസിൽ വേവിച്ചെടുക്കാം. ഓക്കെ, മരച്ചിനി അപ്പോൾ നമ്മളിവിടെ ഊറ്റി എല്ലാം എടുത്തിട്ടുണ്ട്. കറക്റ്റ് വേവൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അരപ്പും കൂടെ ഇട്ട് ഒരു 5 മിനിറ്റ് നമുക്കൊന്ന് മൂടി വയ്ക്കാം. മൂടി വെച്ചതിന് ശേഷം നന്നായിട്ട് ഇളക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ മൂടി വെച്ചത് എടുക്കാൻ വിട്ടുപോയി. ഓക്കെ, ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഉപ്പ് നേരത്തെ ഇടാൻ വിട്ടുപോയി, അതുകൊണ്ടാണ് ഇപ്പോൾ ഇതിലിടുന്നത്. അപ്പോൾ ഇതിലൂടെയായിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യണം. അപ്പോൾ അടച്ച് വെച്ച് നമുക്ക് ഇതെടുക്കാം. അപ്പോൾ കുറച്ച് നേരം അടച്ച് വെച്ചിട്ട് എടുക്കുമ്പോൾ അരപ്പ് ആവിയിലിരുന്ന് വെന്തെടുക്കും, അതിനാണ് അങ്ങനെ വെക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി നന്നായിട്ട് ഉടച്ചെടുക്കാം. ഇങ്ങനെ ഉടച്ചാൽ ശരിയാവില്ല. അപ്പോൾ ഞാൻ ക്യാമറ ഒന്ന് മാറ്റിയിട്ട് നന്നായിട്ട് ഉടച്ചിട്ട് വരാം. ഓക്കെ, ഇവിടെ നല്ല ഇതായിട്ട് ഉടച്ച് ഞാൻ എടുത്തിട്ടുണ്ട്. കറക്റ്റ് പരുവത്തിനെല്ലാം ക്ലിയറായി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ അരപ്പിൽ തന്നെ ഞാൻ കറിവേപ്പില ഇട്ടത് കൊണ്ടാണ് ഇപ്പോൾ ഇടാത്തത്. മിക്സിയിൽ ലാസ്റ്റ് ചെറുതായിട്ട് ഒന്ന് കറക്കിയെടുക്കുമ്പോൾ കറിവേപ്പില എല്ലാം നല്ല ക്ലിയറായിട്ട് അതിൽ വരും. അതാണ് ഇട്ടിരിക്കുന്നത്. ഇനി നമുക്ക് ഇറച്ചിക്ക് വേണ്ടിയിട്ട് മല്ലിയും മുളകും ഒക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക്, ഗരം മസാല ഇത്രയുണ്ട്. ഇതെല്ലാം ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തു. ഇനി തീയിട്ട് അത് നല്ല കളറായി പോവും. അപ്പോൾ ഇത് ഓഫ് ചെയ്തിട്ടതിന് ശേഷം നമുക്കിനി ഇതിലോട്ട് ഇപ്പോൾ മല്ലിയും മുളകും മഞ്ഞൾപ്പൊടിയും മാത്രമേ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. ഇനി നമുക്ക് കുരുമുളക് പൊടിയും ഗരം മസാലയും കൂടെ ചേർക്കാം. കാരണം അതിന് ഒരുപാട് മൂപ്പ് വേണ്ട, നമ്മൾ വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്നതാണ്, അതുകൊണ്ടാണ് അങ്ങനെ ചേർക്കുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാം ഒരു ഇതായിട്ടുണ്ട്. നമുക്കിനി കുക്കറിൽ തുറന്ന് ഈ മസാലയുടെ കൂട്ടെല്ലാം കൂടെ അതിലോട്ട് ഇട്ട് കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഇറച്ചിയെല്ലാം നല്ല വെന്ത് കറക്റ്റ് പരുവത്തിനിരിക്കുകയാണ്. നമുക്കിനി മസാലയിട്ട് ആവശ്യത്തിന് കറിക്ക് വേണ്ട ചൂടുവെള്ളവും കൂടെ ഒഴിച്ച് തിളപ്പിച്ചെടുക്കാം. ഓക്കെ, ഇപ്പോൾ മസാലയെല്ലാം ഇട്ട് നമുക്ക് മസാല ഇട്ട് കൊടുക്കാം. ഓക്കെ, മസാല ഇട്ടിട്ടുണ്ടെങ്കിൽ ഇനി നമുക്ക് നന്നായിട്ട് ഇളക്കാം. ഇനി ഇതിലേക്ക് വേണ്ടി വരുന്നത് കറിവേപ്പിലയും മല്ലിയിലയുമാണ്. കറിവേപ്പിലയും മല്ലിയിലയും ഇടുമ്പോൾ നല്ല ഒരു മണവും ടേസ്റ്റും ഒക്കെ കിട്ടും. നമുക്കതും കൂടെ ഇട്ട് നന്നായിട്ട് ഇളക്കാം. കുറച്ച് വെള്ളം കൂടെ വേണം. അപ്പോൾ അതും കൂടെ ചെറിയ ചൂടുവെള്ളം ഉണ്ട്, അതും കൂടെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം ഒഴിച്ചു. നമുക്ക് മല്ലിയിലയും കറിവേപ്പിലയും ഇടാം. ഇത്രയാണ്. മല്ലിയിലയും കറിവേപ്പിലയും കൂടെ അതും കൂടെ ഇട്ട് ഇളക്കാം. ചില ആൾക്കാർ ചിക്കൻ വയ്ക്കുമ്പോൾ ഈ സമയത്തായിരിക്കും തക്കാളി ഇടുന്നത്. ഞാൻ അങ്ങനെ ഇടാറുണ്ട്. ചിലപ്പോൾ നേരത്തെ കൂട്ടിയിടും. അത് നമ്മുടെ ഇഷ്ടം പോലെ അങ്ങ് ഇട്ടാൽ മതി. ഓക്കെ, അപ്പോൾ ഇവിടെ ചിക്കനൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാം ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോസ് എല്ലാം ഇഷ്ടമാവുന്നുണ്ടല്ലോ. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ എന്നെ സപ്പോർട്ട് ചെയ്യണം. ആരും എന്നെ മറന്നു പോകരുത്.
മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിക്കുന്നു. താങ്ക് യു.